ചില ഓർമ്മകൾക്ക് നല്ല മണമുണ്ടാവും, ചിലതിന് രുചിയും. അങ്ങനെയുള്ള ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഒരു ഓർമ്മയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിലൊരു ഹരിജൻ വെൽഫെയറിൻ്റെ കീഴിലുള്ള ഒരു നഴ്സറി സ്കൂൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ സ്കൂള് എൻ്റെ വീടിൻ്റെ ഒരു പോർഷനിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു ഭാഗത്താണ്, ഒരു സൈഡ് വശം സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. അതിലാണ് ഈ സ്കൂള് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ മുറ്റത്ത് തന്നെ എപ്പോഴും ഉമ്മയുണ്ടാവും, നമുക്ക് ഉമ്മാനെയും കാണാം, സ്കൂളിലും ഇരിക്കാം. അങ്ങനെ ആ നഴ്സറി സ്കൂളിൽ 2 ടീച്ചർമാരാണ് ഉണ്ടാവുക. ഒന്ന് നമുക്ക് എഴുതാനും നഴ്സറി റൈംസും കഥകളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ടീച്ചറും, നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു ടീച്ചറും, റോസി ടീച്ചറും സഫിയ ടീച്ചറും. അങ്ങനെ ആ സ്കൂളിൽ ഒരു ഉച്ചഭക്ഷണത്തിന് ഉണ്ടാക്കുന്നൊരു കറി ഉണ്ടായിരുന്നു. പരിപ്പ് കറിയാണ് കേട്ടോ അത്. കറിയുടെ റെസിപ്പി നമ്മളിതിൽ പറയുന്നില്ല, കാരണം ഇന്ന് സാധാരണ വീട്ടമ്മമാരൊക്കെ അവരവരുടെ വീട്ടിലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ സാധാരണ പരിപ്പ് കുത്തിക്കാച്ചിയത്, പരിപ്പ് കറി, ഇങ്ങനെയൊക്കെ പറയുന്ന ആ കറിയാണത്. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയുടെ കാര്യം പറയണ്ടല്ലോ. ആ കറി എനിക്കെത്ര പ്രിയപ്പെട്ടതാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് ഒരു ഓർമ്മകളുണ്ട്. ആ പരിപ്പ് കറി ഡെയിലി ഉച്ചയ്ക്ക് ആ സ്കൂളിൽ നിന്ന് കഴിച്ചത്, അതിന് പല പല എന്താ പറയുക സിറ്റുവേഷനിലാണ് നമ്മളത് കഴിക്കുന്നത്. അത് അത്രയും പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? എനിക്ക് ആദ്യമായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഓരോ കൊതികൾ ഉണ്ടാവില്ലേ? എനിക്ക് കൊതി തോന്നിയത് ഈ പരിപ്പ് കറി കഴിക്കാനാണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മ വന്നതും മനസ്സിലേക്ക് വിഷമം വന്നതൊക്കെ. അന്നാണ് മനസ്സിലാക്കിയത് ഈ കറി എനിക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന്. അപ്പോൾ ബാല്യകാല ഓർമ്മകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടും എൻ്റെ നാട് പരിചയപ്പെടുത്തിക്കൊണ്ടും എൻ്റെ മനസ്സിലുള്ള ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ചാനലിൽ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓർമ്മയാണ് ഇത്. അപ്പോൾ സഫിയ ടീച്ചർ ഉണ്ടാക്കുന്ന പരിപ്പ് കറി, അതിൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുഴയുടെ തീരത്തേക്ക് ഈ ടീച്ചർമാർ ഞങ്ങളെ ടൂറിന് കൊണ്ടുപോയി. കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ, ഒരുപാട് കുട്ടികളൊന്നും അന്നില്ല നഴ്സറിയിൽ. ഉള്ള കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള കുന്തിപ്പുഴയെക്കുറിച്ചും എൻ്റെ ബാല്യകാല സുഹൃത്തിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കാണണമെങ്കിൽ ആ വീഡിയോ കാണണേ. കുറേ പേരൊക്കെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടെ കൂടിയിട്ട് പുഴയുടെ തീരത്തേക്ക് ഞങ്ങൾ ടൂറ് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പോൾ ടീച്ചർ എല്ലാവരുടെ കയ്യിലും ഓരോ പൊതിച്ചോറ് തന്നതിൽ പരിപ്പും പപ്പടവും മുട്ടയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് മടക്കി ഞങ്ങളുടെ കയ്യിലേക്ക് എല്ലാവർക്കും ഓരോ പൊതിച്ചോറ്. ആദ്യമായിട്ട് നമ്മൾ ലൈഫിൽ പൊതിച്ചോറ്, ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ സ്പ്രെഡായി ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഒക്കെ എനിക്ക് ഈ പൊതിച്ചോറിന്, അതായത് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ സഫിയ ടീച്ചർ ഉണ്ടാക്കി തന്ന ആ പൊതിച്ചോറ് ഞാൻ എപ്പോഴും ഓർക്കും. അതിൽ പരിപ്പ് കറി, അതുകൊണ്ടാണ് ആ പരിപ്പ് കറി എനിക്ക് ഇത്ര പ്രധാനപ്പെട്ടത് ആയത്. അങ്ങനെ പിന്നെ എനിക്ക് പ്രഗ്നൻ്റായ സമയത്ത്, നമ്മൾ ആദ്യമായിട്ട് പ്രഗ്നൻ്റായ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് ഈ പരിപ്പ് കറി കഴിക്കാനാണ് ആദ്യമായിട്ട് ആഗ്രഹം തോന്നിയത്. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഫിയ ടീച്ചർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഈ ലോകത്തുനിന്ന് പോയിന്ന്. അത് മനസ്സിന് വല്ലാതെ വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റുള്ളൂ അല്ലേ. ഞാൻ എന്തായാലും ഈ വിഷമം അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു. ഉമ്മ പറഞ്ഞു അതിനെന്താ, ഉണ്ടാക്കാമല്ലോ എന്ന്. അങ്ങനെ എൻ്റെ ഉമ്മ എനിക്ക് ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നു. ശരിക്കും നഴ്സറി ടീച്ചർ, നമ്മുടെ സഫിയ ടീച്ചർ ഉണ്ടാക്കി തന്ന അതേ രുചിയായിരുന്നു ആ ഒരു ഉമ്മ ഉണ്ടാക്കിയപ്പോഴും. അതേ സാറ്റിസ്ഫാക്ഷനോടെ തന്നെ ഞാൻ ആ ഒരു പരിപ്പ് കറി കൂട്ടിയിട്ട് അന്ന് ഭക്ഷണം കഴിച്ചു, ടീച്ചർ തരുന്ന അതേപോലെ തന്നെ.
അങ്ങനെയാണ് ഈ കറി എനിക്ക് അത്രയും എന്താ പറയുക ഇഷ്ടമാണ്. അതെൻ്റെ മനസ്സിനെ ആ കറി എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അന്നാണ് എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഏതായാലും ടൂറ് പോയ കാര്യം പറയാം. ഈ പൊതിച്ചോറ് കയ്യിൽ തന്നു. ഞങ്ങൾ ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ അതിൽ പപ്പടവും പരിപ്പും മുട്ട പുഴുങ്ങിയിട്ടാണ് വെക്കുക. അത് തുറന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കുന്നതിന് മുന്നേ റോസി ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു കൈകളൊക്കെ ഇങ്ങനെ കൂപ്പിപ്പിടിച്ചു, കണ്ണുകളടച്ചു. പതുക്കെ ടീച്ചർ പറഞ്ഞു തന്നു, ദൈവമേ അങ്ങന്ന് തന്ന ഈ ആഹാരത്തിന് നന്ദി. ആ ഒരു പ്രാർത്ഥനാ വാചകം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേപോലെയാണ് റോസി ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഇന്നും എൻ്റെ മനസ്സിൽ ആ ഒരു വാചകം എത്രത്തോളം ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ പോലും ആ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. കണ്ണുകളടച്ച് കൈകൂപ്പിയിരിക്കുന്ന കുഞ്ഞു മക്കളോട് ടീച്ചർ പറയുകയാണ്, ദൈവമേ അങ്ങന്ന് തന്ന ഈ ആഹാരത്തിന് നന്ദി. എന്തായാലും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടല്ലേ ഇനി നടക്കാൻ പറ്റുള്ളൂ. തിരികെ നടക്കണമെങ്കിൽ ഓർമ്മകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ഉള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ? എനിക്ക് കഥകൾ പറയാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതും കമൻ്റായിട്ട് പറയണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.